ഏഷ്യ ലൈവ് ടി വിയിലെ ഫെങ്ഷു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കഴിഞ്ഞ രണ്ട് പ്രോഗ്രാമുകളായിട്ട് നമ്മൾ ഓരോ ദർശനമുള്ള വീടുകളെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് കിഴക്ക് ദർശനമുള്ള ഒരു വീടിനെ പറ്റി ഇന്ന് പറയാം. നമ്മൾ തെക്ക്, വടക്ക്, പടിഞ്ഞാറക്ക് ദർശനമുള്ള വീടുകൾ ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കണ്ടിട്ടില്ലാത്തവർക്ക് ആ പ്രോഗ്രാം നോക്കാം. ഇപ്പോൾ ഇന്ന് കിഴക്ക് ദർശനമുള്ളൊരു വീടിനെ പറ്റി പറയാം. ഇപ്പോൾ ഒരു കിഴക്ക് ദർശനമുള്ളൊരു വീടിൻ്റെ കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം, വാസ്തുപ്രകാരം അവർ വെച്ചുപോയ വീടാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ അവിടെ വരുത്താം എന്നുള്ളതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ഇതെന്ന് പറയുമ്പോൾ കിഴക്ക് ദർശനമുള്ളൊരു വീടാണ്. ഇതിൻ്റെ റോഡ് എന്ന് പറയുന്ന കിഴക്ക് വശത്താണ് നിൽക്കുന്നത്. ഇവിടെ റോഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ആദ്യം കയറി ചെല്ലുമ്പോൾ ഗേറ്റിൻ്റെ സ്ഥാനമാണ് നോക്കുന്നത്. ഗേറ്റിൻ്റെ സ്ഥാനം ഇവർ സൗത്ത് ഈസ്റ്റിലാണ് കൊടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് തെറ്റാണ്. ഇതിൻ്റെ പകുതിയിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഭാഗത്ത് ഗേറ്റാണ് ഏറ്റവും നല്ലത്. മാറ്റാൻ പറ്റുമെങ്കിൽ മാറ്റുന്നത് നന്നായിരിക്കും. മാറ്റാൻ പറ്റാത്ത ചില കേസുകളുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, ഇത് റോഡല്ല, ഇവർക്ക് ഇവിടെ വേറൊരു പ്ലോട്ടുണ്ട്, ഇവിടം വരെ ഇവർക്ക് വഴി വന്നിട്ടുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇവിടെ മാറ്റാൻ പറ്റില്ല, ഇത് മാറ്റാൻ പറ്റില്ല. അതല്ല, ഇവർക്ക് ഇങ്ങനെയാണ് പ്ലോട്ട് പോകുന്നത്, ഇവിടെ ഇങ്ങനെ റോഡുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഗേറ്റ് ഇവിടെ ആക്കി കഴിഞ്ഞാൽ ഉത്തമമായി. ഇത് നീച്ചമാണ്, കൊള്ളത്തില്ല. അപ്പോൾ ഗേറ്റിൻ്റെ നോക്കുക. അതല്ല മാറ്റാത്തതാണെങ്കിൽ അതിൻ്റെ പരിഹാരങ്ങൾ നല്ലൊരു ഫംഗ്ഷൻ കൺസൾട്ടിനെ കൊണ്ട് ചെയ്യിക്കുക. അടുത്തത് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഇവിടെ സിറ്റ് ഔട്ട് കണ്ടപ്പോൾ സിറ്റ് ഔട്ട് വടക്ക് കിഴക്ക് ഭാഗത്താണ് നിൽക്കുന്നത്. ഓക്കെ, സിറ്റ് ഔട്ട് ഓക്കെ. ഡോർ നിൽക്കുന്ന ഉച്ചസ്ഥാനത്താണ്. ഡോറും കൊള്ളാം. നമ്മുടെ ലിവിങ് റൂമിലേക്ക് കയറുമ്പോൾ നമുക്ക് നേരെ ഓപ്പോസിറ്റ് ഒരു ബെഡ്റൂമാണ്. ഇനി നമുക്കിതിൻ്റെ സൂത്രം നോക്കിയിട്ട് ഈ ബ്രഹ്മസൂത്രം കടന്നു പോകുന്നു എന്നുള്ളത് നോക്കാം. ബ്രഹ്മസൂത്രം കടന്നു പോകുന്ന ഈ ഭാഗത്ത് എവിടെയെങ്കിലും ജനലുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഇങ്ങനെ കറക്റ്റ് ചെയ്യാം. അതല്ല, ഒരു ചെറിയ ഹോൾ കൊടുത്തിട്ട് വേണമെങ്കിലും അതിനെ കറക്റ്റ് ചെയ്യാം. ഇതൊന്നും ചെയ്തില്ലെങ്കിലും വേണ്ട. അത് ചിലർക്ക് നിർബന്ധം കാണും, ബ്രഹ്മസൂത്രമൊക്കെ കറക്റ്റ് ആക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. ചെയ്തില്ലെങ്കിലും വലിയ ദോഷങ്ങളൊന്നും വരാനില്ല. നമുക്ക് കേരളത്തിലാണ് നമ്മളിത് കൂടുതലും നോക്കുന്നത്. മറ്റ് കർണാടകയിലൊക്കെ അങ്ങനെ ശ്രദ്ധിക്കാറേ ഇല്ല. അപ്പോൾ അത് ചെയ്യുന്നതുകൊണ്ട് ദോഷമില്ല. ചെയ്തില്ലെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട കാര്യവുമില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്തതെന്ന് പറയുന്നത്, അടുത്തത് വരുമ്പോൾ ഇവിടെ പിന്നെ അതിൻ്റെ ചില ഫെങ്ഷുയുടെ ചില ടൂൾസുകൾ വെച്ചുകൊണ്ട് നമുക്ക് ഈ സൂത്രം കറക്റ്റ് ചെയ്യാം. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇതിൽ വടക്ക് ദർശനമുള്ളൊരു പിന്നെ അടുത്തത് കിച്ചണാണ്. കിച്ചണിലേക്ക് പോകുമ്പോൾ കിച്ചണിൽ നമുക്ക് ഇവിടെ വടക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് സ്റ്റൗ വയ്ക്കാം. ഒരുപക്ഷെ ചില വീടുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഇവിടെയൊക്കെ കൊണ്ടുവന്ന് സ്റ്റൗ വെച്ച് ചെയ്യുന്നത് സാധിക്കും. ഇവിടെ നല്ലതല്ല. ഈ ഭാഗത്ത് സ്റ്റൗ വെച്ചിട്ട് ഈസ്റ്റിലോട്ട് നോക്കി ഒന്ന് പാചകം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ സ്റ്റൗ ഒക്കെ ആകുമ്പോൾ നമുക്ക് മാറ്റാൻ എളുപ്പമാണ്. അങ്ങനെ മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ മാറ്റാം. നമ്മൾ ഈ വീട് വെക്കുന്ന സമയത്തെ നമ്മൾ ഈ യമസൂത്രം ഒക്കെ നോക്കി കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. നമുക്ക് മാത്രമല്ല, ഒന്നുമില്ലെങ്കിലും നമുക്ക് വീട്ടിലേക്ക് വരുന്നവർ എല്ലാം ഭൂരിഭാഗം ആൾക്കാർക്കും യമസൂത്രത്തിൻ്റെ കാര്യത്തെപ്പറ്റി ധാരണയുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മളടുത്ത് ഒരു 10 പേര് ചോദിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായും വീക്കാകും. അപ്പോൾ അതുകൊണ്ട് സൂത്രം ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. സൂത്രം ഇല്ലെന്നും പറഞ്ഞ് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അതങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു വാസ്തുവിനെ ഒരു ഫെങ്ഷയെ കാണിച്ചിട്ട് അതിന് വേണ്ട കറക്ഷൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ സൂത്രത്തിൻ്റെ കാര്യം അങ്ങനെയാണ്. ഇത് കിഴക്ക് പടിഞ്ഞാറ് പോകുന്നതാണ് ബ്രഹ്മസൂത്രം, തെക്ക് വടക്ക് പോകുന്നത് യമസൂത്രമാണ്. അപ്പോൾ നമ്മുടെ വാസ്തുവിൽ കേരളത്തിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കിഴക്കോട്ട് ദർശനമുള്ള വീടിനെ സംബന്ധിച്ചിടത്തോളം യമസൂത്രത്തിനാണ് പ്രാധാന്യം. തെക്കും വടക്കും ദർശനമുള്ള വീടിനെ സംബന്ധിച്ചിടത്തോളം കിഴക്കോട്ട് ദർശനമുള്ള വീടിനെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മസൂത്രത്തിനാണ് പ്രാധാന്യം. തെക്കും വടക്കും ദർശനമുള്ള വീടിനെ സംബന്ധിച്ചിടത്തോളം യമസൂത്രത്തിനാണ് പ്രാധാന്യം. അപ്പോൾ അതിനെ നോക്കി കറക്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, അടുത്ത നമ്മൾ ഇവിടെ വന്നു പിന്നെ ഗേറ്റ് കറക്റ്റ് ചെയ്തു, സിറ്റ് ഔട്ടിലേക്ക് കയറി അത് കറക്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ലിവിങ് റൂമിലേക്ക് വന്ന് അതും കറക്റ്റ് ചെയ്തു. അതും കറക്റ്റ്, അതിനകത്ത് കാര്യങ്ങൾ നോക്കി കിച്ചണിലേക്ക് വന്നപ്പോൾ സ്റ്റൗ ഇങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റുമെങ്കിൽ ഈ ഒരു സ്ഥാനത്തേക്ക് മാറ്റി അതിനെ അങ്ങനെ കറക്റ്റ് ചെയ്യാം. അടുത്തത് ഇപ്പോഴത്തെ തെക്കുവശത്തൊരു ബെഡ്റൂം വന്നു. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് ഇതിൻ്റെ കന്നിമൂലയില്ല. അപ്പോൾ ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ സമ്പത്ത് നിൽക്കാനുള്ള സാധ്യത കുറവാണ്. കാര്യം എന്താണ്, വടക്ക് കിഴക്ക് ഭാഗത്തു നിന്ന് ഒരു എനർജി വന്ന തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്റ്റോറിങ് എന്നാണ് വാസ്തുവിൽ പറയുന്നത്. അപ്പം സമ്പത്ത് നിൽക്കില്ല, കന്നിമൂല ഇല്ലാത്ത വീടാണ്. ഇതുപോലെ ഒരുപാട് വീടുകളുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം ഇത്രയും കറക്റ്റ് ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എന്തോ ചെയ്യും, ഈ വീട് ഇതൊരു ചെറിയ റൂമാണെന്ന് കണ്ടിട്ട് കുറച്ചും കൂടെ നല്ല സൗകര്യമുള്ള റൂമാക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇത്രയും ഭാഗം അങ്ങ് എടുത്ത് ചെയ്യും. ഇത്രയും ഭാഗം എടുത്ത് ചെയ്യുമ്പോൾ എന്തോ പറ്റി, ഈ 2 പോർഷനും
മിസ്സിങ് ആവും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പിൽ വരുന്ന രീതിയിൽ വേണം അതന്നെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ബെഡ്റൂം ആക്കി എടുക്കാമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമായിട്ട് ഇവിടെ എടുക്കാം. കാരണം തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ബെഡ്റൂം ആയതുകൊണ്ട് മാസ്റ്റർ ബെഡ്റൂമായിട്ട് എടുക്കാം. അടുത്ത് നമ്മൾ കറങ്ങി വരുമ്പോഴത്തേക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തൊരു ടോയ്ലറ്റ് നിൽക്കുന്നുണ്ട്. അപ്പോൾ വാസ്തുവിൽ വടക്ക് പടിഞ്ഞാറ് ടോയ്ലറ്റ് ആകാം എന്ന് പറയുന്നുണ്ട്, എന്നാൽ മൂലകൾ ആകരുതെന്നും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് അതിൻ്റെ കറക്റ്റ് മൂല വന്നു. ഇനിയിപ്പോൾ നമ്മൾ ചെയ്തു പോയി ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ ഈ ഒരു ടോയ്ലറ്റിനായെന്ന് കരുതുക. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് പൊളിക്കാനോ ഇടിക്കാനോ ഒന്നും പറ്റില്ല. അപ്പോൾ കാരണം ഇന്നിപ്പോൾ ടോയ്ലറ്റിന് ഒരുപാട് പൈസ ആകുന്നുണ്ട്. ഇത് ഇത്രയും ആയിട്ട് ഒരു ടോയ്ലറ്റ് വെക്കാൻ പറ്റുള്ളൂ, ഇത്രയും ഇതിൽ കൂടുതലും ഇതിൽ കുറഞ്ഞ എമൗണ്ടിലും വെക്കാൻ പറ്റും. എന്നാലും ടോയ്ലറ്റിനെ സംബന്ധിക്കുന്ന നല്ല എമൗണ്ട് ചിലവാകുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ടോയ്ലറ്റ് പണിഞ്ഞു പോയതാണ്, ഇനി അത് പൊളിക്കാൻ പറ്റുന്നില്ല. ഫെങ്ഷുയുടെ ചില ടൂൾസ് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഇത് കണക്ക് ഇതിനകത്ത് നമുക്ക് ഒരു സ്റ്റിൽ വാട്ടർ, അതായത് ഒരു ബ്ലൂ കളർ ബക്കറ്റിനകത്ത് ഒരു 20 ലിറ്റർ വെള്ളം ഇതിനകത്ത് നിറച്ച് വയ്ക്കുന്നു. 3 ദിവസം കൂടുമ്പോൾ ഈ വെള്ളം ചേഞ്ച് ചെയ്യുന്നു, വീണ്ടും പുതിയ വെള്ളം വയ്ക്കുന്നു. ഇത് ഫെങ്ഷു പ്രകാരം ഈ ടോയ്ലറ്റിൻ്റെ ഒരു പരിഹാരമായിട്ട് കണക്കാക്കുന്നു. വീടിൻ്റെ പുറത്ത് ഈ ഭാഗത്ത് ഒരു 6 റോഡ് വിൻചെയിം നമ്മൾ ഹാങ് ചെയ്യുന്നു, അതും ഇതിൻ്റെ പരിഹാരമായിട്ട് കണക്കാക്കുന്നു. അങ്ങനെ വീടിൻ്റെ പുറമേയും അകമേയും നോക്കി വാസ്തുപ്രകാരവും ഫെങ്ഷു പ്രകാരമുള്ള കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുക. പറ്റാത്ത കാര്യങ്ങൾ ടൂൾസ് വെച്ച് കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണോ നിങ്ങളുടെ പ്രശ്നം ആ പ്രശ്നത്തിൽ നിന്നും പുറത്ത് വന്ന് നല്ലൊരു ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് ഫെങ്ഷു എന്ന് പറയുന്ന മഹത്തായ ശാസ്ത്രം അതിനോടൊപ്പം വാസ്തുവും രണ്ടും കൂടെ കറക്റ്റ് ചെയ്തുകൊണ്ട് പോകുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്തൊരു റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.